ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. സിൽവർ ഈ വർഷം കയറിപ്പോയത്, ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് 1 ഇയർ കയറിപ്പോയത് 150% മുകളിലാണ്. ഈ സിൽവറിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. പലയിടത്തും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് മെസ്സേജ് വരികയാണ്. അതിലൊക്കെ ആൾക്കാർ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഈ മുകളിലത്തെ പ്രൈസിൽ കയറി വാങ്ങാനായിട്ട് ആൾക്കാർക്ക് പേടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ പറ്റി കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ടാണ്. ആളുകളുടെ വിചാരം ഇത് ഉയർന്നു പോകുമ്പോൾ അവർ കാണുന്ന പ്രൈസാണ് അതിൽ ഏറ്റവും ഹൈ പ്രൈസ്. ഇതിൻ്റെ മുകളിൽ ഒരു പ്രൈസ് ഇല്ല, ഇതിൻ്റെ മുകളിൽ ഉയരില്ല എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു കറക്ഷനോ സൈഡ് വൈസോ പോയിട്ട് വീണ്ടും അവിടുന്ന് പ്രൈസ് ഉയരുകയും ഈ ഭാഗത്ത് നിന്ന് വാങ്ങിയവർ ഈ ഭാഗത്ത് വിൽക്കുകയും അങ്ങനെ അവർക്ക് ഈ വലിയ ഒരു ജേർണി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ കൂടെയൊക്കെ വരുന്ന മെസ്സേജിൽ സിൽവർ വാങ്ങാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിൽവറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ വിശദീകരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് മ്യൂച്വൽ ഫണ്ട്. സോ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ മറ്റൊരു സംഭവമാണ് ETF-ൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. മറ്റു സംഭവമാണ് സ്റ്റോക്സ്. ഇതിലും നമുക്ക് എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. കറക്റ്റ് സാധനങ്ങളിൽ കറക്റ്റ് സംഭവങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. എനിക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. ETF-ൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, സ്റ്റോക്സിൻ്റെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി പോർട്ട്ഫോളിയോയിലും പലരും ഭയങ്കര ലോസിലാണ് നിൽക്കുന്നത്. ഒരുപാട് ലോസ് ഉണ്ടാക്കുന്നു. അത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്, ശരിയാണ്. പക്ഷേ അത് പാടില്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് എക്സെപ്ഷനാണ് കേട്ടോ. കാരണം മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ലോസൊന്നുമില്ല. കുറേ പേര് കുറച്ച് അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ള ഇതുള്ളൂ. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ലോസ് ഇല്ല. അതിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അത് ചെറിയൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മ്യൂച്വൽ ഫണ്ട് സുഖമായിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരും. പക്ഷേ സ്റ്റോക്കുകളിൽ നമുക്ക് ലോസ് വരാം. അപ്പോൾ ആ ലോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ലോസ് കൂട്ടുന്നതിനുള്ള കാരണം, ഇപ്പോൾ ഒരു സെക്യൂരിറ്റി താഴേക്ക് പോകുന്നു. ഈ താഴേക്ക് പോകുന്ന സെക്യൂരിറ്റീസ് വാങ്ങാനാണ് ആളുകൾക്ക് ഇഷ്ടം. ഇവിടുന്ന് വാങ്ങുന്നു, അത് വീണ്ടും താഴേക്ക്, അവിടുന്ന് വാങ്ങുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു, വേറെ ഒരെണ്ണം താഴേക്ക് പോകുന്നു, അത് വാങ്ങുന്നു, പിന്നെ ഒരെണ്ണം താഴേക്ക് പോകുന്നു, അത് വാങ്ങുന്നു. എന്നാൽ മുകളിലേക്ക് പോകുന്ന സെക്യൂരിറ്റീസ് വാങ്ങാൻ ആളുകൾക്ക് താല്പര്യമില്ല. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ വാങ്ങേണ്ടത്. അതായത് ബൈ അറ്റ് ഹൈ പ്രൈസിൽ വാങ്ങുന്നു, എന്നിട്ട് ഹയർ പ്രൈസിൽ വിൽക്കുന്നു. HIGHER, ഹയർ പ്രൈസിൽ വിൽക്കുന്നു. ഇതൊരു വാല്യൂ ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളും അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ എളുപ്പം ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണിത്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? പ്രധാനമായിട്ട് ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഏഞ്ചൽ 1. ഇവിടെ നമുക്ക് ETF, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും. രണ്ടാമത് അസറ്റ് പ്ലസ്, അതുപോലെ തന്നെ ഫണ്ട്സ് ബസാർ. അപ്പോൾ ഈ ഫണ്ട്സ് ബസാറും അസറ്റ് പ്ലസ്, ഇതിൽ രണ്ടിലും മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് വാങ്ങാൻ പറ്റുക. ഏഞ്ചൽ 1 ഈ പറയുന്ന എല്ലാം വാങ്ങാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. വിദേശത്തുള്ളവരാണ് ഏഞ്ചൽ 1 അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അസറ്റ് പ്ലസിലും ഫണ്ട്സ് ബസാറിലും എടുക്കാം. അതുപോലെ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അക്കൗണ്ട് ഓപ്പണിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, നോ ഇഷ്യൂ. അതിന് കോൺടാക്റ്റ് ചെയ്യാം, ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ലിമിറ്റേഷൻ വെച്ചേക്കുന്ന, നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് എടുത്തവർക്ക് മാത്രമാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് എത്ര പേരെ സെർവ് ചെയ്യാൻ പറ്റും? അതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലേ. കൂടിപ്പോയാൽ 200 പേര്, അല്ലെങ്കിൽ ഒരു 300 പേര്, ഇത്രയും പേരെയൊക്കെ ഒരാൾക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഓൾറെഡി ഇതിൽ കൂടുതൽ ക്ലയൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം എടുത്ത് തന്നെ നമ്മുടെ ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയോ നോക്കി, എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടാണ് കേട്ടോ. ഇനി ETF ഒരു തരത്തിൽ മ്യൂച്വൽ ഫണ്ടാണല്ലോ, നോക്കുന്നുണ്ട്. സ്റ്റോക്കുകളിലൊക്കെ ചെയ്തിരിക്കുന്ന ഓരോ ഞാനത് നോക്കി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതായത് അവരാവശ്യപ്പെട്ടാൽ മാത്രം കേട്ടോ. അതായത് ഒരു ഹെൽപ്പ്, നമ്മൾ പെയ്ഡ് സർവീസോ കാര്യങ്ങളോ ഒന്നും റൺ ചെയ്യുന്നില്ല. അത് റൺ ചെയ്യാൻ താല്പര്യവുമില്ല. കുറച്ച് ആളുകളെ നമ്മുടെ കൂടെ കൂട്ടുന്നു. എനിക്ക് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇത് ഹെൽപ്പിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ പൈസ മുടക്കൊന്നുമില്ല, ഞാനങ്ങനെ പൈസ മേടിച്ച് ചെയ്യുന്നുമില്ല. ഇതൊരു മ്യൂച്വൽ ബെനിഫിറ്റ്. നിങ്ങൾ എൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ നിങ്ങൾ എൻ്റെ കൂടെ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്. അതിൽ വേറെ പൈസ മുടക്കോ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല അതിൽ. ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെ അക്കൗണ്ട് എടുത്താലും അവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രോക്കറേജും കാര്യങ്ങളും അങ്ങനെ ചാർജസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ അടുത്തെടുക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അതൊരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു സാധനം കൂടിയാണ്.
അപ്പോൾ നമുക്കവിടെ ലിമിറ്റ് ഉണ്ടല്ലോ, ഓൾറെഡി ഇത്ര ക്ലയൻറ്റ്സ് അങ്ങനെ ലിമിറ്റ് ഉണ്ടല്ലോ, അത്രേ പറ്റുള്ളല്ലോ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് ഇരിക്കുക. എന്നിട്ട് നമ്മുടെ കൂടെ കൂടേണ്ടവർക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ താഴെ ലിങ്ക് കൊണ്ട് എടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇപ്പോൾ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുത്തവർക്ക് ഓൾറെഡി ഒരു ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടും എന്നോട് കാര്യങ്ങൾ ചോദിക്കാം. ഒരുപാട് പേർക്ക് ഈ ടെലിഗ്രാം ചാനലിനെ പറ്റി അറിയത്തില്ല. നിങ്ങൾ അക്കൗണ്ട് എടുത്ത് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചുമ്മാ അക്കൗണ്ട് എടുത്തവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ സൈക്ലിക്കിൽ ഇങ്ങനെ പോകുമായിരിക്കും, ഇങ്ങനെ പല സൈക്കിളിൽ പോകുമായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ വർഷം വലിയ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, സൈഡ് വേസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റ് പോയത്. എന്നാൽ കഴിഞ്ഞ വർഷം പെർഫോം ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. 1 ഗോൾഡ്, 2 സിൽവർ, 3 ഇൻ്റർനാഷണൽ ഫണ്ട്സ്. ഇപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവർക്കറിയാം, എസ്പെഷ്യലി അസറ്റ് പ്ലസിലൊക്കെ അക്കൗണ്ട് എടുത്തവർക്കൊക്കെ അറിയാം. ഞാൻ കുറേ ഇൻ്റർനാഷണൽ ഫണ്ട്സ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല പെർഫോമൻസ് അല്ലേ. ഗോൾഡിനെ പറ്റിയും സിൽവറിനെ പറ്റിയും അതിൻ്റെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നല്ല പെർഫോമൻസ് അല്ലേ. അപ്പോൾ അതുപോലുള്ള ഇൻസൈറ്റ്സ് കിട്ടും. ഇനിയിപ്പോൾ ഒരു പക്ഷേ പെർഫോം ചെയ്യാൻ പോകുന്നത് മെറ്റലാകാൻ സാധ്യതയുണ്ട്. മെറ്റൽ ഓൾറെഡി മെറ്റലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്, അവിടെ ജോയിൻ ചെയ്തിട്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുത്തവരുടെ ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അക്കൗണ്ട് എടുത്തവർ കോൺടാക്ട് ചെയ്യുക. അത് അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചൈന മാർക്കറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്, ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക, ട്രേഡിംഗ് ടിപ്സ് അല്ല, ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സ്. ഇപ്പോൾ ഒരു നല്ല കമ്പനി കണ്ട ആ കമ്പനിയെ കുറിച്ച് പറയാം, വാങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ കാര്യം കേട്ടോ. അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. അതെപ്പോഴും കിട്ടണമെന്നില്ല, ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോഴാണ് അത് തരിക. ഇനി അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട്. ഓൺലി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് മാത്രം. പ്രത്യേകം പറയാം, നമ്മുടെ കൂടെ ഉള്ള മ്യൂച്വൽ ഫണ്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ്. അത് തുടങ്ങിയിട്ടില്ല, അത് ഉടനെ തുടങ്ങും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവരെ ആഡ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ചേഞ്ചസ് നടക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഇനി നമുക്ക് സിൽവറിലേക്ക് തിരിച്ചു വരാം. സിൽവർ ദാ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്തായിരിക്കും അല്ലേ. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, ഈവൻ വീക്കിലിയിൽ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴും മന്ത്ലിയിൽ കിട്ടുമ്പോഴും ഒക്കെ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇൻസൈറ്റ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തൊക്കെ എന്തിനാണ് പണത്തിന് മേലെ പറക്കുന്ന പരുന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇതിൽ ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ട് ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആ വീഡിയോ ഒക്കെ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് കരുതിയിട്ട് ആളുകൾ അത് ഇൻവെസ്റ്റ് ചെയ്യുമോ? അങ്ങനെയൊന്നുമില്ല. മറിച്ച് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇത്ര എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ പറയാറുണ്ട്. അതേപോലെ അത് വിൽക്കുമ്പോഴും പറയാറുണ്ട്. ഇതൊന്നും നേരത്തെ തുടങ്ങിയതല്ല, ഇപ്പം റീസെൻ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആളുകൾക്ക് ഇത് കാണുമ്പോഴും ആളുകൾക്ക് ഈ മുകളിൽ മേടിക്കാൻ പേടിയാണ്, ഇവിടെ മേടിക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ മേടിക്കുന്ന കാര്യം അങ്ങനെ പറയും, ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിറ്റിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ പറയും. ചിലപ്പോൾ ഇത്ര എമൗണ്ടിനാണ് മേടിച്ചത് പറയും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരുന്ന കാണാൻ പറ്റും. ഇപ്പോൾ സിൽവർ എന്ന് പറയുന്നതും ഗോൾഡ് എന്ന് പറയുന്നതും ലോങ് ടൈമിലേക്ക് നമുക്ക് വേണ്ട അസറ്റാണ്, ശരിയല്ലേ? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് പേപ്പർ കറൻസിയാണ്, പിന്നെ ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ രൂപയാണെങ്കിലും അമേരിക്കയുടെ ഡോളർ ആണെങ്കിലും പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പ്രിൻ്റ് ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഈ പറയുന്ന സിൽവറോ ഗോൾഡോ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഭൂമിയിലുള്ള അത്രയേ ഉള്ളൂ. ഒരു ഫോൺ വന്നു, അപ്പോൾ ആ ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഗോൾഡും അല്ലെങ്കിൽ സിൽവർ മറ്റുള്ള മെറ്റൽസ് അത് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഭൂമിയിൽ ഉള്ളതേ ഉള്ളൂ. ഭൂമിയിലുള്ളതെന്ന് പറയുമ്പോൾ മൈൻ ചെയ്തെടുക്കണം, അതിന് ലിമിറ്റേഷനുണ്ട്. മൈൻ ചെയ്യാനായിട്ട് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്, എക്സ്പെൻസ് കൂടി വരികയാണ്. സോ ഈ മൈൻ ചെയ്യുമ്പോൾ ചുമ്മാ നമുക്ക് അങ്ങ് കുഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മൈൻ ചെയ്യണം, പിന്നെ അത് പ്യൂരിഫൈ ചെയ്യണം, ഒരുപാട് പ്രോസസ്സുണ്ട്. അപ്പോൾ അങ്ങനെയേ ഈ സംഭവങ്ങൾ കിട്ടുള്ളൂ. എന്നാൽ മണി പ്രിൻ്റ് ചെയ്യുന്നത് അങ്ങനെയാണോ? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മണി പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മണിക്ക് പകരമായിട്ട് ഗോൾഡും സിൽവറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വിലകൾ നല്ല രീതിയിൽ കയറുന്നത്. എന്ന് വെച്ച് എല്ലാ വർഷവും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇത് ട്രേഡബിളാണ്, ഇത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരും, ശരിയല്ലേ? പച്ചക്കറിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി.
100ൻ്റെ മുകളിൽ തക്കാളിയുടെ വില പോയത് ഓർക്കുന്നില്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ തക്കാളിയുടെ വില ചീപ്പല്ലേ? അത്രയേ ഉള്ളൂ. സപ്ലൈ കുറയുമ്പോൾ വില കൂടും, ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്തായാലും വില കൂടും, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ സിൽവറിന് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ കുറവാണ്. പക്ഷേ ഒരിക്കൽ സപ്ലൈ കൂടും അല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യും? വില കുറയും. എനിവേ നമ്മുടെ ലോങ് ടേമിൽ നമുക്ക് സിൽവറും ഗോൾഡും ഒക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമാണ്, ഇൻ്റർനാഷണൽ ഫണ്ട്സും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. പിന്നെ വേറെ ഒരു കാര്യം, ഞാനിവിടെ വില കുറയുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇതിങ്ങനെ കയറി 100 രൂപയുള്ള സാധനം 500 രൂപ എത്തിയിട്ട് വില കുറയുന്നത് 400 രൂപയിലേക്കാണെങ്കിലോ? ഈ 100 രൂപയിൽ വാങ്ങിയ ആൾ അപ്പോഴും പ്രോഫിറ്റിലായിരിക്കും. ഈ 400 രൂപയിലേക്ക് കുറഞ്ഞിട്ട് ആയിരിക്കും പിന്നീട് കയറുന്നത്. അപ്പോൾ വില കുറയുമ്പോൾ അതും നമ്മൾ ഓർക്കണം. 500 രൂപയിൽ എത്തിയ സാധനം 100 രൂപയിൽ വന്നിട്ട് വീണ്ടും 500 രൂപ അങ്ങനെ പോവുകയല്ല ചെയ്യുക. മറിച്ച് ഇത് മുകളിലേക്ക് കയറുന്നു, ഇവിടെ കുറയുന്നു, പിന്നെ കയറുന്നു, കുറയുന്നു, ചിലപ്പോൾ സൈഡ് വൈസ് പോകുന്നു, പിന്നെ കയറുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് പോവുക. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് നമ്മൾ 2000 മേടിച്ച ആളും 2026 മേടിച്ച ആളും എന്ത് ചെയ്യണം? അത് കൊടുക്കേണ്ടതില്ല. സോ നമ്മുടെ ക്യാപിറ്റൽ രണ്ടായിട്ട് നമ്മൾ തിരിക്കണം. ഒന്ന് ലോങ് ടൈമിലേക്ക്, ഇപ്പോൾ ഞാൻ സിൽവറിൻ്റെയും ഇതിനെപ്പറ്റിയേ പറയുന്നുള്ളൂ. പിന്നീട് നമ്മൾ മെറ്റലിൻ്റെ ETF ഉണ്ട്, അത് പിന്നെ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ, പിന്നെ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലായിടത്തും ഇത് ബാധകമാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ആണല്ലോ. അപ്പോൾ ട്രേഡിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം. മേ ബി അത് 50% വെച്ച് മാറ്റാം, 70-30% ഇങ്ങനെ മാറ്റാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ മാറ്റാം. ലോങ് ടൈമിലേക്ക് മാറ്റിയ ക്യാഷിൽ നിന്ന് സിൽവറിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ, കാരണം സിൽവറും ഗോൾഡിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു 150% അല്ലെങ്കിൽ 170% ഒക്കെ റിട്ടേണിലായിരിക്കും. കഴിഞ്ഞ വർഷം ചെയ്ത ആൾ, അതിന് മുമ്പ് ചെയ്ത ആൾ അതിലും വലിയ റിട്ടേണിലായിരിക്കും. അതുപോട്ടെ. അപ്പോൾ ഇത്രയും റിട്ടേണിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നമ്മളൊരു 50,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. 1 ലക്ഷം ഉള്ളവർക്ക് അത് ചെയ്യാം, 25,000 ഉള്ളവർക്ക് അത് ചെയ്യാം, 10,000 രൂപയുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷേ ഈ ഒരു സെറ്റപ്പ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വളരെ അത്യാവശ്യമാണ്. ഇത് ചെയ്തിരിക്കണം, മസ്റ്റാണത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ സിൽവർ അത് നമ്മൾ ഒരിക്കലും വിൽക്കരുത്. അത് ഡോണ്ട് സെൽ, ഒരു പക്ഷേ നെവർ സെൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വിലയൊക്കെ പിന്നീട് കുറഞ്ഞേക്കാം. ഇനിയിപ്പോൾ സിൽവർ ഹൈയിലേക്ക് പോയിട്ട് അവിടുന്ന് വില കുറയുവാണെങ്കിൽ എത്ര ശതമാനം കുറയും? ഞാൻ പ്രതീക്ഷിക്കുന്നത് മാക്സിമം 30% കുറയാം. ഇതിൽ കൂടുതൽ കുറയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെയധികം മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ 1000, ഞാനൊരു ഫിഗർ പറഞ്ഞില്ല, 1000 എത്തി. 1030% എന്ന് പറയുമ്പോൾ 300 രൂപ അല്ലേ? അതായത് 700 രൂപയാവാം. ആയിക്കോട്ടെ, നമ്മൾ ഈ സാധനം മേടിച്ച് 100 രൂപയിലാണെങ്കിലോ? ഇതിപ്പോഴല്ലേ ഈ 7 ഇരട്ടി എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ 2030 ആകുമ്പോൾ എവിടെയായിരിക്കും സിൽവറിൻ്റെ വില? 2035-40 ആകുമ്പോൾ എവിടെയായിരിക്കും വില? സിൽവറിന് മാത്രമല്ല, ഗോൾഡ്, ഇന്ത്യൻ മാർക്കറ്റ് എവിടെയായിരിക്കും? അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മേടിച്ചത് വിൽക്കരുത്. അതൊരു കുറച്ച് പ്രോഫിറ്റിലൊക്കെ എത്തി, ഒരു 25% പ്രോഫിറ്റിലെത്തി എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ സാധനം മുകളിലേക്ക് പോകാമെന്നല്ലേ? എല്ലാ വർഷവും എല്ലാ സൈക്കിളിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്തെങ്കിലും സാധനം മുകളിലേക്ക് പോകും. ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത് സിൽവറാണ് എന്ന് വെച്ചിട്ട് ലോകാവസാനം വരെ സിൽവർ മുകളിലേക്ക് പോകും? ഒരിക്കലുമില്ല. നമ്മൾ സിൽവർ താഴെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ പോയേക്കാം, അല്ലെ 6 മാസം കഴിഞ്ഞ് പോയേക്കാം, അല്ലെ 1 വർഷം കഴിഞ്ഞ് പോയേക്കാം. എന്തായാലും സിൽവറിൽ ഒരു കറക്ഷൻ ഉണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ഉറപ്പാണത് വരും. അതെപ്പോൾ വരുമെന്നോ എത്രത്തോളം വരുമെന്നോ നമുക്കറിയില്ല. അപ്പോൾ അത് വരുമെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നഷ്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നഷ്ടമില്ല എന്നില്ല, ഒരു ട്രേഡിംഗ് ആകുമ്പോൾ അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. ശരി, അത് മാനേജ് ചെയ്യാലോ നമുക്കത് ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിൽവറിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട്, AMC കമ്പനികൾ കുറേ NFO ആയിട്ട് വന്നു. ആ NFOയിൽ ഇങ്ങനെയാണ് 70% ഗോൾഡും 30% സിൽവറും. പിന്നീട് സിൽവർ മുകളിലേക്ക് പോയപ്പോഴത്തേനും ഈ AMC കമ്പനികൾ തന്നെ സിൽവറിൻ്റെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് വന്നു. ETF ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് രണ്ടും ഉണ്ട്. അപ്പോൾ പുതിയ NFOs വരുമ്പോൾ നമുക്കതൊരു വാണിംഗ് ആണ്. അത് കുറേ വരുന്നുണ്ട് എങ്കിൽ ആ സെക്ടറായിരിക്കും കയറി പോകുന്നത്. കാരണം ഇത് അനലൈസ് ചെയ്തിട്ടല്ലേ അവർ അത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനി, AMC കമ്പനി ഒരു NFO കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ, റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു NFO കൊണ്ടുവന്നതെന്ന് വിചാരിച്ചു. അത് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരുപാട് AMCs ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ തന്നെ NFO ഉണ്ടെന്നാലോ? സംതിങ് അല്ലേ, അവിടെ എന്തോ സംതിങ് കുക്കിംഗ്, അവിടെ എന്തോ പ്രത്യേകത ഉണ്ടായിട്ടല്ലേ ഇവരിങ്ങനെ കൊണ്ടിരുന്നത്. AMC കമ്പനികളിൽ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് അല്ലേ? ഒരു കമ്പനി വർക്ക് ചെയ്യുന്നയാൾ മറ്റേ കമ്പനി വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ കമ്പനി എ ആ കമ്പനി റിയൽ എസ്റ്റേറ്റിൽ NFO കൊണ്ടുവന്നു, കമ്പനി ബിയും കൊണ്ടുവന്നു, കമ്പനി സിയും കൊണ്ടുവന്നു. അങ്ങനെ കമ്പനി കൊണ്ടുവരുമ്പോൾ നമ്മൾ അലേർട്ടായിരിക്കണം, നമ്മൾ ആ ഒരു സെക്യൂരിറ്റി നോക്കണം, അത് കയറി പോകുന്നുണ്ടെങ്കിൽ അത് മേടിക്കണം. അത്രയേ ഉള്ളൂ. അത് മേടിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് മേടിക്കുന്നത് ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യണം. പിന്നീട് ഈ സാധനം മുകളിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു സെക്കൻഡ് ബൈ ഉള്ളൂ. ഇപ്പോൾ ETF-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിൽവറിൻ്റെ ETF എത്ര എണ്ണം കാണും മൊത്തത്തിൽ? ഒരു 15 എണ്ണമെങ്കിലും കാണില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സിൽവർ മേടിക്കാം അല്ലേ? മ്യൂച്വൽ ഫണ്ട് നോക്കിക്കേ, എത്ര മ്യൂച്വൽ ഫണ്ടുണ്ട്? അത് അതിലും കൂടുതൽ കാണില്ലേ? പലരും ചോദിക്കും ETF ആണോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലതെന്ന്. കോമൺ ആയിട്ട് കാണുന്ന ഒരു ആൻസറുണ്ട്, ETF ആണ് നല്ലത്. കാരണം ഈ ETF-ന് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ കഴിഞ്ഞ് കുറച്ച് എക്സ്പെൻസ് റേഷ്യോ കുറവാണ് എന്നുള്ളത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്ത് മൈനിങ് കമ്പനികളുണ്ടല്ലേ, ഈ മൈനിങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ഏതാ? ഈ കഴിഞ്ഞ വർഷം 90%, 100 തന്നെ കൂട്ടിക്കൂ, അപ്പോൾ 90% റിട്ടേൺ തന്നിട്ടുണ്ട് ആ മ്യൂച്വൽ ഫണ്ട്, ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ ETF ഏതാ? വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകും കേട്ടോ, ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും വിദേശ അക്കൗണ്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് അങ്ങനെ ഒരു ETF ഇല്ല, എന്നാൽ അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. 10-50 രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ഏതാ? 50% ഞാൻ എഴുതിയത്, സോറി, 50 രാജ്യങ്ങൾ, 50 അല്ലെങ്കിൽ 60 രാജ്യങ്ങൾ, ലോകത്തിലെ വലിയ രാജ്യങ്ങൾ. അമേരിക്ക മാത്രമല്ല വലുത്, യൂറോപ്യൻ കൺട്രീസ് വലുതാണ്, ചൈന വലുതാണ്. അപ്പോൾ ലോകത്തിലെ വലിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ഏതാ? ഇല്ല, അങ്ങനെ ഒരു ETF ഇല്ല. എന്നാൽ അങ്ങനെ മ്യൂച്വൽ ഫണ്ടുണ്ട്. അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്, ഞാൻ പലപ്പോഴും അത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ ETF ഇല്ല, മ്യൂച്വൽ ഫണ്ടേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ETF ആണോ മ്യൂച്വൽ ഫണ്ടാണോ ബെറ്റർ? യെസ്, ETF ഉള്ളത് ETF ചെയ്യാം. കുറേ സാധനത്ത് ETF ഇല്ല, അത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വീണ്ടും ലോങ് ടൈമിലേക്ക് വരാം. ഇപ്പോൾ ഒരു സെക്യൂരിറ്റീസ് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ മേടിച്ചിരിക്കുന്നത്, വീണ്ടും കയറുകയാണെങ്കിൽ അത് ലോങ് ടൈമാണ്, വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്കതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. കാരണം 100% അക്യുറസി ആയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ലോങ് ടൈമിലേക്ക് മേടിച്ചു, പിന്നെ ഇതൊരു 25% ഉയർന്നു. അപ്പോൾ നിങ്ങളിതാ ഇവിടുന്നോ എങ്ങാനും സെക്കൻഡ് മേടിച്ചു. ഇത് നിങ്ങൾക്ക് വിൽക്കാൻ നോ ഇഷ്യൂ. പക്ഷേ ഈ സെക്കൻഡ് മേടിച്ച് ഞാൻ പറയുന്ന ട്രേഡിങ്ങിന് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്കൻഡ് മേടിച്ചിട്ട് നിങ്ങൾ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നോ ഇഷ്യൂ. ലോങ് ടൈമിലേക്ക് വേണ്ടി വീണ്ടും അടുത്ത ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. കാരണം വീണ്ടും ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, ലോങ് ടൈമിലേക്ക് മേടിക്കുന്നുമുണ്ട്. എന്തായാലും ട്രേഡിങ് ചെയ്യണം എന്നുള്ളത് ഇവിടെ മസ്റ്റാണ്. ട്രേഡിങ് ചെയ്യണം, കാരണം ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം വേണം. നമ്മൾ ഇത് മേടിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ തലകുത്തി താഴേക്ക് പോയി നമുക്കൊരു പ്രയോജനം ഇല്ലാതിരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് സിൽവറിൽ മാത്രമല്ല, ഓരോ കാലഘട്ടത്തും ഓരോ സാധനം റാലി നടത്തും. ഓർക്കുന്നില്ല, റെയിൽവേ സ്റ്റോക്സ് റാലി നടത്തി, അതിന് ETF ഉണ്ട്. റെയിൽവേയിൽ ETF ഉണ്ട്. ഡിഫൻസ് സ്റ്റോക്ക്, അതിനും ETF ഉണ്ട്. അപ്പോൾ ETF മാത്രമല്ല, ഡിഫൻസിനൊക്കെ മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. റെയിൽവേയിൽ എനിക്ക് തോന്നുന്നു ഇൻഫ്ര റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സേ ഉള്ളൂ. ഡിഫൻസിന് തന്നെ, ആ കമ്പനിക്ക് തന്നെ മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട് കൂടി മേടിച്ചിടുക, അത് ലോങ് ടൈമിലേക്കല്ലേ. അപ്പോൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട് കൂടി മേടിച്ചിടുക. അതായത് ഒരു ഇൻവെസ്റ്റർക്ക് അദ്ദേഹം ലോങ് ടൈമിലേക്ക് അദ്ദേഹത്തിന് സാധനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ട്രേഡിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ട്രേഡിങ്ങിൽ നമ്മുടെ ക്യാഷൊക്കെ പോയാൽ പെട്ടില്ലേ. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് മേടിച്ചിടുക. അത് ETF, സ്റ്റോക്കിൻ്റെ കാര്യം ഞാൻ പിന്നീട് സംസാരിക്കാം. അതിന് വേറെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ലോങ് ടൈമിലേക്ക് ETF, സ്റ്റോക്ക്, പിന്നെ മ്യൂച്വൽ ഫണ്ട് മസ്റ്റ്. മ്യൂച്വൽ ഫണ്ടിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവാണ്, അല്ലെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ് ETF എന്ന് കരുതിയിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിത് കണ്ടിരിക്കുന്നത് വളരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളിലാണ്. അവർ ഭയങ്കര കണ്ണിങ് ആയിരിക്കും. അവരുടെ ക്യാപിറ്റലേ ചെറുത്, അല്ലെങ്കിൽ അവർ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഏറ്റവും കൂടുതൽ പിശുക്ക് അവർക്കായിരിക്കും. ഇപ്പം ഒരാളുടെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, 1 lakh. അദ്ദേഹത്തിന് ഭയങ്കര പിശുക്കാണ്. വേറെ ഒരാളുടെ ക്യാപിറ്റൽ 1 CR ഉണ്ടെന്ന് വിചാരിച്ചോ, 1 കോടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ പിശുക്ക് കുറവാണ്. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1 lakh ഭയങ്കര കണ്ണിങ് ആയിരിക്കും. ഇദ്ദേഹം ഈ 1 crore കണ്ണിങ് ആയിരിക്കും. പക്ഷേ പിശുക്ക് ഞാൻ അങ്ങനെ ആദ്യം കണ്ടിട്ടില്ല അവരിൽ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ 1 CR അത് ക്യാഷ് കൂടുതലുണ്ടായിട്ടല്ല. അദ്ദേഹത്തിന് ആ ക്യാഷ് കൂടുതലുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ്. ചുമ്മാ ഇതൊന്നും കിട്ടില്ലല്ലോ, ആർക്കും കിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ക്യാഷ് ഉണ്ടായത്. അദ്ദേഹം ചെറിയ ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോറി, നമ്മുടെ സ്ക്രീനൊന്ന് പോയി. അപ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ചെറിയ ക്യാഷുള്ളവർ ഭയങ്കര കണ്ണിങ് ആയിരിക്കും. അവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരത്തിൽ പോയി വീഴുന്നു അവരായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ.
ആ ഒരു സംഭവങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പോൾ ETF ആണോ മ്യൂച്വൽ ഫണ്ടാണോ എന്ന് ചോദിക്കുന്നതിൽ ഞാനിത് രണ്ടും ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലാണ്. ETF-ലല്ല, മ്യൂച്വൽ ഫണ്ടിലാണ്. എന്നാൽ പിന്നെ എനിക്ക് ETF-ൽ ചെയ്തുകൂടെ? അതിൽ കുറവാണല്ലോ എക്സ്പെൻസ് റേഷ്യോ, അപ്പോൾ അതിൽ ചെയ്തുകൂടെ? അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം. കാരണം ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് വരാം. ഏകദേശം സ്ട്രാറ്റജി മനസ്സിലായല്ലോ. ഇവിടെ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പിന്നെ വിൽക്കുന്നില്ല, ഒരിക്കലും വിൽക്കുന്നില്ല. അതേസമയം കുറച്ചും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ ലോങ് ടൈമിലേക്ക് സെക്കൻഡ് പൊസിഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ട്രേഡിങ്ങിനുള്ള സാധനങ്ങൾ മേടിക്കേണ്ട ഇവിടെയാണ്. ട്രേഡിങ്ങിനുള്ള സാധനങ്ങൾ മേടിക്കേണ്ടത് ഇവിടെ ട്രേഡ് ചെയ്യുന്നു, അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഗെയിൻ കിട്ടുമ്പോൾ അത് കൊടുക്കുന്നു. ഇങ്ങനെ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ക്യാഷില്ലേ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇല്ലല്ലോ. ലോങ് ടൈമിലേക്ക് വീണ്ടും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയണം ഈ സാധനം മുകളിലേക്ക് പോകുമെന്ന് അവർക്ക് അത്ര ഉറപ്പായിരിക്കണം. ഏകദേശം 100% അവർക്ക് ഉറപ്പാണെങ്കിൽ ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, വേറെ ക്യാഷൊന്നുമില്ല, ഈ 10 ലക്ഷം രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് 100% ഉറപ്പായിരിക്കണം അത് മുകളിലേക്ക് പോകുമെന്നുള്ളത്. അങ്ങനെ ഉറപ്പില്ലാത്ത അവസരത്തിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ടോ, ഒരു 50,000 രൂപ അദ്ദേഹത്തിന് ഇവിടെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ലൈഫ് ടൈമിൽ വിൽക്കേണ്ടി വരില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റിനൊക്കെ ആകുമ്പോഴത്തേനും ഈ 50,000 രൂപ ഒരു പക്ഷേ ഒരു 50 ലക്ഷം രൂപയായിട്ടുണ്ടാവും. 10 ഇരട്ടി എത്രയല്ലേ ഉള്ളൂ? 50,000 × 10 അല്ലേ? 50,000 × 10 5 ലക്ഷമാണല്ലേ? 50 ലക്ഷം അതിലും കൂടുതലാണ്. ഓക്കെ, അത് കുറേ നാൾ മുമ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ നോക്കൂ. അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെയൊക്കെ വില, പണ്ടത്തെ വിലയും നോക്കിയാൽ മതി. ഞാനിവിടെ 100 ഇരട്ടിയുടെ കാര്യം പറഞ്ഞില്ല. 100 ഇരട്ടി ആയിട്ടുള്ള സ്റ്റോക്കും ഉണ്ട്, മറ്റ് സെക്യൂരിറ്റീസും ഉണ്ട്. എനിവേ, സിൽവറിൽ ഞാൻ ചെയ്യുന്ന ഒരു ട്രേഡിങ്ങും കൂടെ പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പ് അവസാനിപ്പിക്കാം. സിൽവർ മുകളിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ സിൽവർ മുകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കാൻ അറിയാലോ അല്ലേ? അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ഞാൻ സിൽവർ വാങ്ങും. ട്രേഡിങ്ങിന് വേണ്ടിയാണ്. ലോങ് ടൈമിലേക്ക് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്ന് താഴേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ സിൽവർ വാങ്ങുന്നു. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയേക്കുന്നതെങ്കിൽ ഒരു 2% ലാഭം കിട്ടിയാലും അല്ലെങ്കിൽ 3% ലാഭം കിട്ടിയാലും ആ സിൽവർ വിൽക്കുന്നു. 3,000-4,000 രൂപ ക്ലിയറായിട്ട് കിട്ടി അവിടെ. ഇത് 10 ദിവസം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 3,000 രൂപയാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ചില സമയത്ത് 5,000 കിട്ടും. ഇപ്പോൾ ഇന്ന് 4.5% അപ്പായിട്ടുണ്ടായിരുന്നു സിൽവർ. അപ്പോൾ ഇന്നലെ വാങ്ങിയ സിൽവർ ഞാൻ ഇന്ന് കൊടുത്തപ്പോൾ 4,500 രൂപ കിട്ടി. മിനിഞ്ഞാന്നും കണ്ട് വാങ്ങിയ ഒരു സിൽവർ 2 ദിവസം കൊണ്ട് 6% അപ്പുണ്ടായിരുന്നു. അതായത് 2 ദിവസം ഹോൾഡ് ചെയ്തു, വിൽക്കാൻ പറ്റിയില്ല, അപ്പോൾ അപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 6,000 രൂപ കിട്ടി. സോ ഈ രണ്ടും കൂടി ആകുമ്പോഴത്തേനും അത് 10,000-ന് മുകളിലായില്ലേ. ഇതിപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സിൽവറിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 1 ലക്ഷം രൂപയ്ക്ക് സിൽവർ വാങ്ങുന്നു. റെഡ് ക്യാൻഡിൽ കാണുമ്പോഴാണ് ഇത് വിൽക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു 2-3% ലാഭം കിട്ടുമ്പോൾ വിൽക്കുന്നു. പിന്നെ നോർമലി നോക്കുമ്പോൾ അന്നത്തെ ദിവസം സിൽവർ പിന്നെ വലിയ പകൽ കയറ്റം ഉണ്ടാകാറില്ല. ഈവനിങ് ആകുമ്പോൾ ഒരു 3:30 ആകുമ്പോഴത്തേനും വീണ്ടും വാങ്ങുന്നു. ഞാനിത് ചെയ്യുന്നത് ETF-ലാണ്. മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി ഉണ്ട്, അത് കുറച്ചും കൂടെ കൂട്ടണം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ തൊട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് നോക്കുന്നില്ല, അത് ഓൾറെഡി ഹോൾഡിംഗ് ആണ്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ സംഭവം ചെയ്യുന്നത് ETF-ലാണ്. ഇത് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകാർക്ക് ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ. മ്യൂച്വൽ ഫണ്ടിൽ പിന്നെ നമുക്ക് കറക്റ്റ് അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം പ്രൈസ് മാറുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചിലവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വിദേശത്തൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അവർക്ക് ETF അല്ല മ്യൂച്വൽ ഫണ്ടിലും വേണമെങ്കിൽ ചെയ്യാവുന്നതൊക്കെയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലോങ് ടൈമിലേക്കും വേണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ നന്നായിട്ട് തോന്നി. അത് ഒന്നും കൂടെയും പറയാം. ട്രേഡിങ്ങിൻ്റെ മെത്തേഡ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, എപ്പോഴാണോ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുന്നത് ആ ഗ്രീനിൽ വാങ്ങുന്നു, എപ്പോഴാണോ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നത് ആ റെഡ് ക്യാൻഡിൽ വിൽക്കുന്നു. അത് ഒരു മെത്തേഡ്. ഞാൻ ചെയ്യുന്ന ഇപ്പോൾ അങ്ങനെയല്ല, ചിലപ്പോൾ ഞാൻ ഈ മെത്തേഡിലേക്ക് മാറിയേക്കും ട്രേഡിങ് കൂടുതലായതുകൊണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ വാങ്ങുന്നു, റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ വാങ്ങുന്നില്ല. ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. റെഡ് ക്യാൻഡിലാണ് കാണുന്നതെങ്കിൽ ഹോൾഡ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ദിവസം വാങ്ങി, പിന്നെ റെഡാണ്, അതായത് അപ്പോൾ താഴേക്ക് പോകുന്നു, വീണ്ടും റെഡാണ്, താഴേക്ക് ഹോൾഡ് ചെയ്യുന്നു. പിന്നീട് ഇത് മുകളിലേക്ക് പോയി ഈ സാധനം ഇപ്പം ട്രേഡിങ്ങിന് വേണ്ടി മേടിച്ച സാധനം പ്രോഫിറ്റിലായതിനു ശേഷം അടുത്ത് മേടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രാപ്പിലാകുന്നതും ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ പോവുകയാണ്, നമ്മൾ ഒരെണ്ണം മേടിച്ചൊരു പൊസിഷനുണ്ട്, അത് ലോസാണ്, പിന്നെ അതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് താഴേക്ക് പോകുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം കയറുന്നുണ്ടാവും. അത് ചിലപ്പോൾ IT ആയിരിക്കാം, ചിലപ്പം മെറ്റലാണല്ലോ ഇപ്പം ഉള്ളത്, അപ്പം വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഫാർമി ആയിരിക്കാം, അങ്ങനെ വേറെ സാധനങ്ങൾ കയറുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പൈസ ഇട്ടാൽ മതി. പിന്നെ സിൽവറിൽ നമ്മൾ പെട്ടു എന്ന് വിചാരിച്ചോ, നമുക്കറിയാം ഒരു ദിവസം നമ്മൾ പെടും. ഒരു ദിവസം നമ്മുടെ ഈ സിൽവർ അത് താഴേക്ക് പോകും, ഇത് നമുക്കറിയാം താഴേക്ക് പോകും. ആ സമയത്ത് നമ്മൾ ലാസ്റ്റ് മേടിച്ചതാ പെടുള്ളൂ.
ബാക്കി എല്ലാ പൊസിഷനും നമ്മുടെ പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാഷിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെയുള്ളത് വിൽക്കാം. അവിടെയുള്ള എല്ലാം വിൽക്കലല്ല കേട്ടോ. ആദ്യമൊക്കെ മേടിച്ച സിൽവർ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കൊന്നും പിന്നെ പ്രൈസ് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സിൽവറുകൾ വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ വിറ്റിട്ട് ക്യാഷ് റിലീസ് ചെയ്യാം, പിന്നീട് നോക്കിയിട്ട് മേടിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ആദ്യം മേടിച്ച സാധനം വിൽക്കരുത്. അത് വിൽക്കുന്ന ഉള്ളി പ്രൈസ് അതിൻ്റെ അടുത്ത് കോസ്റ്റിലേക്ക് എത്തിയാൽ മാത്രം ഈ ലാസ്റ്റ് മേടിച്ച സാധനം വിൽക്കുക. അത് അങ്ങനെ എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഞാൻ ഇപ്പോൾ സിൽവറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രേഡിംഗ് മെത്തേഡ് ഈ കൊല്ലവും നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിലവിൽ ഇപ്പോഴും സിൽവർ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. സിൽവർ മാത്രമല്ല, സിൽവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട കമ്പനികൾ വേദാന്ത, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിന്ദു സിങ്ക്, നാഷണൽ അലുമിനിയം, അങ്ങനെ കുറച്ച് കമ്പനികൾ, ഒരുപാട് കമ്പനികളിൽ ആ കമ്പനികളും കയറുന്നുണ്ട്. പിന്നെ മെറ്റലിൻ്റെ ഒരു ETF ഉണ്ട്, അതും കയറുന്നുണ്ട്. അത് ഭയങ്കര റാലിയൊന്നും ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ ലോങ് ടൈമിന് വേണ്ടി ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരുന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ള വീഡിയോ കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾ അത് കാണുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല അതിനെപ്പറ്റി, അതിങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ വല്ല 10,000-10,000 രൂപ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1,000 രൂപ 2,000 രൂപ പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ അവരത് വിൽക്കുന്നു, പിന്നീട് ഇത് മുകളിലേക്ക് പോകുമ്പോൾ അവർ നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു വെൽത്ത് ക്രിയേഷനോ കാര്യങ്ങളോ നടക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അക്കൗണ്ട് എടുക്കുന്നവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യണം, കോൺടാക്റ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും ഒബ്ജക്ഷൻ ഉണ്ടാവും. അതെന്താണെന്നറിയോ? ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ആരുടെയും കുറ്റമല്ല. അതെൻ്റെയും കുറ്റമല്ല, നിങ്ങളുടെയും കുറ്റമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എന്നിട്ട് കുറേ കഴിയുമ്പം ഇത് ആരുടെയാണ് ശരിയെന്നുള്ള കാലം തെളിയിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോഴും കറക്റ്റാണെന്നൊന്നുമില്ല. എൻ്റെ ഒരേ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, എന്നോട് ചോദിക്കുന്നവർക്ക് മാക്സിമം ഗുണമുള്ള കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഗുണമുള്ള കാര്യമല്ല, എന്നോട് ഒരു അഭിപ്രായം ചോദിക്കുക. ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ വേണം, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ് ഞാൻ കൊടുക്കുക, അല്ലേ? അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അത് ഞാൻ നോക്കാറേ ഇല്ല. എനിക്കല്ലെങ്കിലും അതിൽ വലിയ ബെനിഫിറ്റൊന്നും ഇല്ല. കാരണം നമ്മൾ ഒന്നാമത് ഇത് പൈസ മേടിച്ച് ചെയ്യുന്നതല്ലല്ലോ. അവർ മെറ്റൽ എടുത്താലും അല്ലെങ്കിൽ സിൽവർ എടുത്താലും അല്ലെ ഗോൾഡ് എടുത്താലും എനിക്ക് ഒരേപോലെയാണ്. അവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഏറ്റവും നല്ലതല്ലേ കൊടുക്കാൻ ശ്രമിക്കുകയുള്ളൂ, ഏറ്റവും നല്ലതാണ് കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അശ്രദ്ധ കുറവുണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ടേൺ ചെയ്യുന്നതനുസരിച്ചോ ആ ഡിസിഷൻ തെറ്റിപ്പോൾ അതിനാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് തെറ്റാം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി ചെയ്യാം എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതിൻ്റെ അഭിപ്രായം എന്നോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇല്ല, ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ വിഷൻ എന്ന് പറയുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മറ്റുള്ളവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴാണ്. അപ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങൾ പേടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രിക്റ്റ് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സിമം ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അവിടെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് പരിധിയുണ്ട്. അത്രയും ക്ലയൻസിനെ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനും ആ നമ്പറിൽ നിർത്തുവാണ്. അതിൽ ഞാൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഞാനും ആ നമ്പറിൽ നിർത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് അക്കൗണ്ട് എടുക്കാനും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഏതാണ്ട് ഒരു ഇൻസൈറ്റ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. പോകെ കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാവും. ഇനി നമ്മൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മുകളിലേക്ക് പോകുന്ന സാധനത്തിൽ ആദ്യം നിങ്ങളൊന്ന് വാങ്ങി പിന്നീട് വിറ്റു, പിന്നീട് ഒന്നും ചെയ്യുന്നില്ല, അതിലൊന്നും നോക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു റാലി കൊണ്ട് നമ്മുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ബെനിഫിറ്റ് കിട്ടില്ലല്ലോ. നമ്മുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ബെനിഫിറ്റ് കിട്ടിയാൽ അത് നമ്മുടെ കുടുംബത്തിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. അതൊന്നും അങ്ങനെ നോക്കിയിരുന്നിട്ടോ പേടിച്ചിരുന്നിട്ടോ കാര്യമില്ല. നമ്മളവിടെ പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടാകണം. പെട്ട് കഴിഞ്ഞാൽ എന്ത് സൊല്യൂഷൻ ചെയ്യാമെന്നുള്ളതും അത് എത്ര ക്യാപിറ്റൽ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നേരത്തെ കണക്ക് വേണം, അതനുസരിച്ച് ചെയ്യണം കേട്ടോ. എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് എവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. വളരെ നല്ല റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ള സാധനം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരെണ്ണം മിസ്സായാലും അടുത്ത മാസം ചിലപ്പോൾ വേറെ സെക്യൂരിറ്റി ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അടുത്ത വർഷം വേറെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ അത് കണ്ടുകൊണ്ടിരിക്കാതെ അതിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ചിന്തിച്ചാൽ ഉറപ്പായിട്ടും പറ്റും.
ഇനിയും ഇതുപോലുള്ള വീഡിയോസ്, പുതിയ ഐഡിയകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ മിസ്സാകാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തിരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടും. ആരെ ഉപദ്രവിക്കാനല്ലേ ഇതൊന്നും ചെയ്യുന്നത്. മാക്സിമം ഉപകാരം കിട്ടണമെന്ന് കരുതിയിട്ടല്ലേ. അപ്പോൾ അതും കിട്ടും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.